റോയിച്ചായ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചകളിൽ ഘടകകക്ഷികൾ അഭിപ്രായം പറയേണ്ടതില്ല എന്നാണ് മുതിർന്ന നേതാവായ ഹസൻ തന്നെ പറയുന്നത്. ഇത് ഈ മുഖ്യമന്ത്രി തർക്കത്തിലെല്ലാം പരസ്യമായി അഭിപ്രായം പറഞ്ഞത് ലീഗാണ്. അപ്പൊ ലീഗ് മിണ്ടരുതെന്നാണോ കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നത്? അല്ല, പറച്ചിൽ കേട്ടിട്ട് അങ്ങനെ തന്നെ തോന്നുന്നു. കാരണം മുസ്ലിം ലീഗ് അങ്ങനെ വലിഞ്ഞു വന്ന കയറിയ ഒരു പാർട്ടി അല്ലല്ലോ. മുസ്ലിം ലീഗ് ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടായ കാലം മുതലേ കോൺഗ്രസിന്റെ ഏറ്റവും അടുത്ത ഘടകകക്ഷിയാണ്. അവർ വളരെ പക്വമായ കാര്യങ്ങളാണ് എല്ലാ ഘട്ടങ്ങളിലും പറയുകയും അതേപോലെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പം ഈ 102 സീറ്റ് കിട്ടിയത് കോൺഗ്രസിൻ്റെ മാത്രം മിടുക്കുകൊണ്ടാണോ? കോൺഗ്രസിൻ്റെ മാത്രം മിടുക്കുകൊണ്ടല്ല. മലബാറിലാണ് കോൺഗ്രസിന് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഇത്തവണ. പണ്ടൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, 8-10 സീറ്റൊക്കെ കിട്ടിപ്പോകുന്ന ഒരു പ്രവണത ഒഴിച്ചാൽ ഇത്തവണ വലിയ തോതിലുള്ള ഒരു ജനവികാരം UDF അനുകൂലമായി ഉണ്ടാക്കി. അത് മുഴുവൻ വോട്ടാക്കി മാറ്റുന്നതിനകത്ത് നിർണായകമായ ഒരു പങ്കാണ് ലീഗ് അവിടെ മലബാറിൽ വഹിച്ചത്. കാരണം കോൺഗ്രസിനോളം തന്നെ ശക്തി അവിടെ ലീഗിനുണ്ട്. കാരണം അവരുടെ പ്രവർത്തകർ തന്നെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് കോഴിക്കോട് ഒരു സീറ്റാണ് നഷ്ടപ്പെട്ടത്. മലപ്പുറത്ത് എല്ലാ സീറ്റും കിട്ടി. അതേപോലെ അതിന്റെ ബഹുസ്ഫുരണം കണ്ണൂർ ഈ 4-5 സീറ്റ് കിട്ടിയതിന്റെ ഉത്തരവാദിത്വം അവർക്കൂടെ ഉള്ളതാണ്. ഇവരുടെ കാസർഗോഡ് തൃക്കരിപ്പൂർ എന്ന് പറയുന്ന മണ്ഡലം പിടിച്ചതിന് കോൺഗ്രസിന്റെ മാത്രം മഹത്വം കൊണ്ടാണോ? രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ് 2 തവണയായിട്ട് അവിടെ ജയിക്കുന്നത് കോൺഗ്രസിന്റെ മാത്രം കഴിവുകൊണ്ടാണോ? അല്ലല്ലോ. ലീഗിന് അവിടെ ആ പ്രദേശങ്ങളിലെ മലബാറിൽ വലിയ തോതിൽ ശക്തിയുണ്ട്. കാരണം അവർക്ക് നല്ല കേഡർ സ്വഭാവമുണ്ട്. കേരളത്തിലെ ഏറ്റവും മികച്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ലീഗിൻ്റെയാണ്. ലീഗിൻ്റെ ക്യാമ്പയിനാണ് പലയിടത്തും മേക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം നമ്മൾ കണ്ടിട്ടുള്ളതാണത്. ഈ വടകരയിൽ ഷാഫി മത്സരിക്കുമ്പോൾ ലീഗിൻ്റെ പ്രവർത്തകരാണ് കൈയും മെയ്യും മറന്ന് ഇറങ്ങി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്ര വലിയൊരു ഭൂരിപക്ഷമൊക്കെ കിട്ടിയത്. അപ്പം ലീഗ് അങ്ങനെ കരിയാപ്പല പോലെ എടുത്ത് കളയേണ്ട ഒരു പാർട്ടിയൊന്നുമല്ല. അല്ല, വയനാട് ഈ ദുരന്തത്തിൽ പെട്ടവരെ പോലും കോൺഗ്രസ് ഒന്നും ചെയ്യാതിരുന്നപ്പോഴും അവിടെ വീട് വെച്ച് നൽകിയത് ലീഗാണ്. അത് തന്നെ. ഈ രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധിയും ഒക്കെ മത്സരിക്കുന്നത്, വയനാട് വന്ന് മത്സരിക്കുന്നത് ലീഗിന്റെ ഒരു ശക്തി കൊണ്ടാണ്. കോൺഗ്രസിന്റെ ശക്തിയല്ല ഇവിടുത്തെ പ്രധാനം. വോട്ടർമാരിൽ 60% ലീഗിന്റെ വോട്ടർമാരാണ്. അവര് നൽകുന്ന, കോൺഗ്രസിന് കൊടുക്കുന്ന ഉറച്ച പിന്തുണയാണ് ഇതിനൊക്കെ കാരണം. അപ്പോൾ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ അവർക്ക് അഭിപ്രായം ഉണ്ടല്ലോ. അവരോട് ചോദിച്ചപ്പോൾ അവർ അഭിപ്രായം പറയുകയും ചെയ്തു. അവർ പറഞ്ഞത് എന്താണ്, നിങ്ങൾ ആരെങ്കിലും വെച്ചോ, പക്ഷേ ജനവികാരം കൂടെ പരിഗണിക്കണം. അതിനകത്ത് എന്താ തെറ്റ്? ലീഗിന് അത് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ടല്ലോ. കേരളത്തിൽ ഇവർക്ക് കിട്ടിയ 63 സീറ്റിനകത്ത് അതിനകത്ത് ഒരു 30 സീറ്റെങ്കിലും ലീഗിന്റെ സംഭാവനയാണ്. ലീഗ് കൂടെ ഉള്ളതുകൊണ്ടാണ് അവർക്ക് അത്ര 30 സീറ്റ് കിട്ടിയത്. അത് പരിഗണിക്കണ്ടേ? അപ്പം നിങ്ങൾ എന്താണ് പറയുന്നത്? അപ്പം ലീഗ് വേറെ ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലോ കോൺഗ്രസിന്റെ ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇന്നാരാവണമെന്നല്ലല്ലോ ലീഗ് പറയുന്നത്. അല്ല, ആരെ വേണോ ആയിക്കോളാനാ പറയുന്നത്. ആരെ വേണേ ആയിക്കോട്ടെ, പക്ഷെ അതിനകത്ത് ജനവികാരം കണക്കിലെടുക്കണം. അത് തെറ്റല്ലല്ലോ. ജനവികാരം ആർക്കായിരുന്നു എന്നുള്ളത് ഈ നാട്ടിലുള്ളവർക്കെല്ലാം അറിയാതെ ഇപ്പൊ രാഹുൽ ഗാന്ധിക്കും ഈ സീറ്റ് വേണമെന്ന് പറയുന്നവർക്ക്, മുഖ്യമന്ത്രി ആവണമെന്ന് പറയുന്നവർക്കാണ് മനസ്സിലാവാത്തത്. ജനങ്ങളുടെ വികാരം അതായിരുന്നു എന്നുള്ളത് ഒരു ഘടകകക്ഷി എന്നുള്ളത്. അവർ മാത്രമല്ലല്ലോ സതീശന് അനുകൂലമായി അകത്തും പുറത്തും സംസാരിക്കുന്നത്, ഘടകകക്ഷികളെല്ലാവരും സംസാരിക്കുന്നുണ്ട്. അപ്പൊ ജനവികാരം എന്ന് പറയുന്നത് ബാരോമീറ്റർ കൊണ്ടുപോയി നിങ്ങൾക്ക് അളക്കുക എന്നുള്ളതല്ല. ജനങ്ങൾ എന്തായിരുന്നു റെസ്പോണ്ട് ചെയ്ത്, ജനങ്ങൾ അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന് ശേഷവും ആർക്ക് വേണ്ടിയാണ് ആർത്ത് വിളിക്കുന്നത്, അതൊക്കെ നിങ്ങൾ പരിഗണിക്കണ്ടേ? അപ്പൊ ലീഗ് പറഞ്ഞതിനകത്ത് എന്താ ഇത്ര വലിയ തെറ്റായിട്ട് ഇവർ കാണുന്നത്? നിങ്ങൾക്ക് അങ്ങനെ വികാരങ്ങളുള്ള ലീഗ് നിങ്ങളെ ഇന്നാരെ വെക്കണമെന്നല്ലല്ലോ പറഞ്ഞത്. ലീഗ് ഒരിക്കലും അങ്ങനെ പറയത്തില്ല. ലീഗ് വളരെ മച്ചുവറായിട്ടാണ് ഇത്തരം കാര്യങ്ങളെ സമീപിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അല്ല, കടുത്ത വിമർശനം ഉന്നയിച്ചത് തീരുമാനം വൈകുന്നതിലാണ്. 9 ദിവസമായിട്ടും തീരുമാനം ഉണ്ടാകും. അല്ല, അത് അവർക്ക് പറയാൻ അവകാശമുണ്ട്. അവർ UDF ഏറ്റവും ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള ഒരു കക്ഷിയാണ്. അവരവിടുത്തെ 2ാമത്തെ കക്ഷിയാണ്. അവർ നിങ്ങൾ നോക്കുക, അവർ ഈ മുന്നണിക്ക് വേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങൾ, അവർ കൊടുത്ത സംഭാവനകൾ നിങ്ങൾക്ക് അങ്ങനെ ഒറ്റയടിക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ഇപ്പൊ ശ്രീത്ത് പറഞ്ഞ പോലെ തന്നെ വയനാട് ദുരന്തം, കോൺഗ്രസ്സുകാരന്മാർ താലും കൈയിട്ട് അടിച്ചിട്ട് ഒരു 1 ഏക്കർ സ്ഥലം വാങ്ങിക്കാൻ എത്ര നാളെടുത്തു? സ്ഥലം വാങ്ങി വെക്കാൻ അവർ വീട് വെച്ചു കൊടുത്തു, അവർക്ക് ഫർണിച്ചർ കൊടുത്തു, എല്ലാം ചെയ്തു. അപ്പൊ അതിന്റെ ആ നേട്ടം കൂടെ ആർക്കാ കിട്ടുന്നത്? അതുകൊണ്ടാണല്ലോ വയനാട്ടിൽ 3 സീറ്റും മുഴുവൻ കിട്ടിയത്. അവരുടെ പ്രവർത്തികൾ കൊണ്ട് ഒരു ദോഷവും ഈ മുന്നണിക്ക് ഉണ്ടായിട്ടില്ല. അവരുടെ പ്രവർത്തനം കൊണ്ട് അങ്ങേയറ്റം ഗുണമാണ് ഉണ്ടായത്. വേറൊരു കാര്യം, കോൺഗ്രസ്സുകാർ എന്താ മറന്നു പോകുന്നത്, തവനൂര് പോലൊരു സ്ഥലത്ത് VS ജോയി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി യുവാവിനെ കൊണ്ട് അവിടെ നിർത്തി മത്സരിപ്പിച്ചു. കോൺഗ്രസിനോ അല്ല, അവിടെ അയാൾ റെപ്രസെന്റ് ചെയ്യുന്ന, പ്രതിനിധാനം ചെയ്യുന്ന സഭാ വിഭാഗത്തിനോ ക്രിസ്ത്യാനികൾക്കോ അവിടെ 1% വോട്ട് പോലും ഇല്ല. ലീഗിന്റെ കോൺട്രിബ്യൂഷനാണ് ആ ഒരു MLA എന്ന് പറയുന്നത്. അപ്പൊ അവർ സ്വീകരിച്ച മതേതര നിലപാട്, അവർ സ്വീകരിച്ച ഈ മുന്നണിക്ക് വേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങൾ, ഇതൊക്കെ എങ്ങനെ ഒറ്റയടിക്ക് നിങ്ങൾ മറന്നു പോകുന്നത്? അപ്പോൾ അത് അഹങ്കാരമാണ്.
ഈ ഘടകകക്ഷികൾ അഭിപ്രായം പറയേണ്ടതെന്ന് പറഞ്ഞാൽ അത് അഹങ്കാരമാണ്. കാരണം നിങ്ങൾക്ക് ഘടകകക്ഷികളുടെ പിന്നെ സഹകരണം കിട്ടിയത് കൊണ്ടാണ് നിങ്ങളുടെ മുന്നണി ഇത്രയും വലിയ വോട്ട് വാങ്ങി ജയിച്ചത്. 1 കോടി വോട്ടെന്ന് പറയുന്നതിനകത്ത് ഒരു 30 ലക്ഷം വോട്ടെങ്കിലും പിന്നെ ലീഗിന്റെയാണ്. അത് നിങ്ങളെങ്ങനെ തള്ളിക്കളയുന്നത്? അപ്പൊ അത്തരം വലിയ സംഭാവനകൾ നൽകിയ ഒരു പാർട്ടി അഭിപ്രായം പറയുന്നത് പറയുന്നതിനകത്ത് എന്താ കാര്യം? അല്ല, ലീഗിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. കാരണം അവർ വലിയ വിജയം നേടിയിട്ട് അവർക്ക് അത് ആഘോഷിക്കാൻ പറ്റുന്നില്ല. അവരുടെ നിയുക്ത MLA-മാർക്ക് പോലും ജനങ്ങളെ സമീപിക്കാൻ പറ്റുന്നില്ല. ആ ഘട്ടത്തിലാണ് പറഞ്ഞത് ഇനിയും തീരുമാനം വൈകിയ അടി കിട്ടുമെന്ന്. അല്ല, മനസ്സിലാവാതെ അവര് ഇംഗ്ലീഷിലല്ലല്ലോ പറഞ്ഞു, അവര് മലയാളത്തിൽ പറഞ്ഞു, ജനങ്ങളുടെ ഭാഷയിലാണ് അവർ പറഞ്ഞത്. അവര് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നത് ഇത് പിന്നെ പൊതുജനങ്ങളുടെ നിങ്ങളെ പിന്നെ മുന്നണിയെ കുറിച്ച് അവമതിപ്പുണ്ടാക്കും. അത് അവർക്ക് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. അവരുടെ കഴിഞ്ഞ 10 വർഷം കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് നിങ്ങളിവിടെ അനുഭവിക്കുന്നത്. അവരിത് ഒറ്റയ്ക്ക് വേണമെന്നല്ലല്ലോ പറഞ്ഞ്. അവർ പറഞ്ഞതിനകത്ത് എല്ലാ മീനിങ്ങും ഉണ്ട്. നമ്മൾ നാട്ടുകാരുടെ മുമ്പിൽ അവമതിപ്പുണ്ടാക്കരുത്, നമ്മൾ മുന്നണിയെ നമ്മൾ തന്നെ താറടിക്കരുത്, പിന്നെ ഈ വിജയം നമ്മൾ ജനങ്ങളുടെ വിജയമായി കണ്ട് അത് ആഘോഷിക്കണമെന്നാണ് അവർ പറയുന്നത്. അവരുടെ MLA-മാർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നത്. കോൺഗ്രസിന്റെ എത്ര MLA-മാരാണ് വീട് കൂട്ടി അകത്തിരിക്കുന്നത്? ഒരുത്തനും പുറത്തിറങ്ങാൻ വയ്യല്ലോ. അതിനെന്താ കാരണം? അത് ലീഗ് ഉണ്ടാക്കിയാണോ? അല്ലല്ലോ. നിങ്ങൾ അവരോട് അവർ ഉയർത്തുന്ന കാര്യങ്ങളോട് നിങ്ങൾ മാന്യമായ രീതിയിലാണ് പെരുമാറുന്നത്. എന്തുകൊണ്ടാണ് പിന്നെ കോൺഗ്രസ് നേതൃത്വം ലീഗിനോട് ചോദിക്കുന്നത് അഭിപ്രായം? ലീഗിന് അഭിപ്രായമുണ്ട്. ലീഗ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ലീഗിന്റെ സംഭാവന എന്ന് പറയുന്നത് നമ്മൾ കോൺഗ്രസ് അധ്വാനിച്ചതിനെക്കാട്ടി കൂടുതൽ അധ്വാനിച്ച ഒരു പാർട്ടിയാണ് അവരെ നിങ്ങൾക്ക് നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റൂ? ഈ കഴിഞ്ഞ കാലത്ത് എല്ലാം CPM എത്രയോ തവണ ലീഗിനെ അവരുടെ മുന്നണിയിലേക്ക് എടുക്കാനായി ശ്രമിച്ച എന്തായിരുന്നു ലീഗിന്റെ നേതാവ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞ്, ഞങ്ങൾക്ക് CPM-നോട് പോകാൻ 100 കാരണങ്ങളുണ്ട്, പക്ഷെ ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ കോൺഗ്രസിനോടൊപ്പമാണ്. അത് പറയാൻ അവർക്കൊരു മടിയും ഉണ്ടായിട്ടില്ല. ഇതല്ലേ കോൺഗ്രസിനെ അവര് അത്രമേൽ വിലമതിക്കുകയും കോൺഗ്രസ് നേതൃത്വത്തോട് അത്രയും വലിയ സഹകരണം കാണിക്കുകയും ചെയ്തൊരു പാർട്ടിയാണ്. അപ്പോൾ അവർക്കത് പറയാനുള്ള അവരോട് ചേർന്നാണ് ഈ തെരഞ്ഞെടുപ്പിനെ മത്സരിച്ചത്, ഇല്ലേ? അവർ നോക്കി എന്തെങ്കിലും തരത്തിലുള്ള അവസരം ആ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇത്തവണ സീറ്റ് ചർച്ച നടക്കുന്നു. 27 സീറ്റിലാണ് അവർ കഴിഞ്ഞ തവണയും മത്സരിച്ചത്. അത്ര മാത്രമേ അവർ ഇത്തവണയും മത്സരിച്ചു. അവർ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. ഒരു സീറ്റ് പോലും അവർ ചോദിച്ചില്ല. അവർക്കൊരു 30-35 വരെ സീറ്റ് കിട്ടാനുള്ള അർഹതയുണ്ട് ആ പാർട്ടിക്ക്. ചോദിച്ചോ? ഇല്ലല്ലോ. ആളും പേരും ഇല്ലാത്ത CPI-ക്ക് വരെ 10, 25, 30 സീറ്റ് കൊടുക്കുന്നു. അങ്ങനെയല്ല ലീഗിന്റെ അവസ്ഥ. ലീഗ് എന്ന് പറഞ്ഞാൽ വളരെ കെട്ടുറപ്പുള്ളതും ഒരുപാട് പിന്നെ സ്വാധീനമുള്ളതാണ് മലബാറിലും മറ്റു പ്രദേശങ്ങളിലും ഒക്കെ തന്നെ. അപ്പൊ അവർ പറയുന്നത് കേൾക്കണ്ടെന്ന് പറയുന്നതിനകത്ത് എന്താ കാര്യം? അവർക്ക് അഭിപ്രായം പറയാൻ അവകാശമില്ലാതെ ഹസൻ പറയുന്നതിനകത്ത് എന്താ കാര്യം? അങ്ങനെയല്ലല്ലോ. അവർ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിലേക്ക് ഇടപെട്ടിട്ടേ ഇല്ല, ഇടപെടത്തുമില്ല. പക്ഷേ അവർ പറഞ്ഞത് ഈ മുന്നണി എന്നുള്ള നിലയിൽ ഇതിന് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു വോട്ട് വാങ്ങി 1 കോടിയിലധികം വോട്ട് വാങ്ങി ജയിച്ചു വന്നിട്ട് ഇങ്ങനെ ഒരു തീരുമാനമില്ലാതെ തമ്മിലടിച്ചും നാട്ടിലിറങ്ങി ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുന്നതിനെ അവസാനിപ്പിക്കണമെന്ന് അവർ പറഞ്ഞു. അത് സതുദ്ദേശത്തോടുകൂടി പറഞ്ഞതാണ്. അതിനെ നിങ്ങൾ ആ ലെവലിലാണ് കാണേണ്ടത്, ഇല്ലേ? ലീഗ് ഞങ്ങളുടെ ഒരു അവിഭാജ്യ ഘടകമാണെന്നും ഞങ്ങൾ ലീഗ് പറയുന്നതിനെ ഞങ്ങൾ മാനിക്കുന്നെന്നുമാണ് പറയേണ്ടത്, ഇല്ലേ? അത് പറയാനുള്ള മാന്യതയാണ് ഇവർ കാണിക്കുന്നത്. അത് കാണിച്ചിട്ടില്ല. അപ്പൊ എന്താണ് പ്രശ്നം? അതുകൊണ്ടാണ് ലീഗ് പറഞ്ഞത് നിങ്ങൾ ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ ജനങ്ങൾ നമ്മളെ മുഖത്തടിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവരും ഇതേപോലെ തന്നെ അനുഭവിക്കുന്നുണ്ട്. അവരുടെ വർക്കേഴ്സിന് പുറത്തിറക്കാൻ പറ്റുന്നില്ല. അവരോട് ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് അവരോട് അല്ലേ പറയുന്നത്. കോൺഗ്രസ്സുകാർ മാത്രമല്ലല്ലോ പറയുന്നത് ഈ മുന്നണി എന്ന് പറയുന്നത്. അവരോട് ഉൾപ്പെട്ടതാണ് ഈ മുന്നണി.